പ്രൈസ് ലോർഡ്. യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് മനോജ് ഇഗ്നേഷ്യസ്. കഴിഞ്ഞ 16 വർഷങ്ങൾക്കധികമായി ഇന്നായിരിക്കുന്ന മിഷൻ ഫീൽഡിൽ ഉത്തരഭാരതത്തിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഞങ്ങൾ ഇന്നായിരിക്കുന്ന മിഷൻ ഫീൽഡിൽ 2008 ജൂലൈയിലാണ് കടന്നുപോയത്. അന്ന് 2 ആൺമക്കളും ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളുമാണ് ആ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. അന്ന് മൂത്ത മോന് 5 വയസ്സും രണ്ടാമത്തവന് 2.5 വയസ്സുമാണ്. അന്ന് മുതൽ ഇന്ന് വരെയും ദീർഘ 16 വർഷങ്ങൾക്കധികമായി ആ സ്ഥലത്ത് യേശു കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുന്നു, അത്ഭുതകരമായി വഴി നടത്തുന്നു. ഞങ്ങൾ ആദ്യകാലങ്ങളിൽ അവിടെ വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുവാൻ വന്നു. നമുക്ക് അന്ന് ലഭിച്ചിരുന്ന സാമ്പത്തിക നന്മ എന്ന് പറയുന്നത് വെറും 4000 രൂപയായിരുന്നു. 2000 രൂപ വാടക കൊടുത്ത് ബാക്കി 2000 രൂപയിൽ നമ്മുടെ ജീവിത ചെലവുകൾ നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. പക്ഷേ സമയാസമയങ്ങളിൽ യേശു കർത്താവ് അത്ഭുതകരമായി പല വഴികൾ തുറന്ന് ഞങ്ങളെ ഇന്നയോളം നടത്തി. അവിടെ വെച്ച് ഞങ്ങൾക്ക് യേശു കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാനത്തെ നൽകി. ഒരു മോളെ നൽകി. ഇന്ന് മക്കൾ 3 പേരും അവരുടെ സ്റ്റഡീസ് ചെയ്യുന്നു. ആദ്യത്തെ 2 ആൺമക്കൾ, മൂത്തവന്റെ പേര് ഡേവിഡ് എന്നാണ്. അവൻ BBA ഫൈനൽ ഇയർ പഠിക്കുന്നു. രണ്ടാമത്തവന്റെ പേര് ഡാനിയൽ എന്നാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് BTechന് അഡ്മിഷൻ എടുത്ത് ഒരു ക്ലാസ് കഴിഞ്ഞ മാസം തുടങ്ങി. മോള് ഞങ്ങളുടെ കൂടെ അവിടെ ആയിരിക്കുന്നു. അവള് ഇപ്പോൾ 10ൽ പഠിക്കുന്നു. യേശു കർത്താവ് ആ സ്ഥലത്ത് കൊണ്ടുപോയി. ഒട്ടും പരിചയമില്ലാത്ത സ്ഥലം, വളരെ ചുരുങ്ങിയ ആളുകൾ ഞായറാഴ്ച വിരലിൽ എണ്ണാവുന്നവർ മാത്രം കടന്നു വന്നുകൊണ്ടിരുന്ന കാലങ്ങൾ. യേശു കർത്താവ് അവിടെ വെച്ചാണ് പലവിധമായ ശുശ്രൂഷകളെ എൻ്റെ ജീവിതത്തിൽ നൽകുന്നത്. ആ സ്ഥലത്ത് വെച്ച് കർത്താവിൻ്റെ വേലയിൽ എങ്ങനെ ആയിരിക്കണം, ആ സ്ഥലത്തിലെ ആളുകളുടെ വിടുതലിനായി കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളെല്ലാം പലവിധമായ രോഗങ്ങളാൽ, ദുഷ്ടാത്മാക്കളാൽ നിറയപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തെയാണ് യേശു കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതുവരെയും ഈ ബോധശാന്തി ശുശ്രൂഷകൾ, രോഗശാന്തി ശുശ്രൂഷകളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2005 മുതൽ 2008 വരെ നമ്മുടെ ബഥേൽ ബൈബിൾ കോളേജിൽ പുനലൂരിൽ പഠിക്കുവാൻ യേശു കർത്താവ് കൃപ ചെയ്തു. 2008 ഗ്രാജുവേഷന് ശേഷമാണ് വടക്കേ ഇന്ത്യയിലേക്ക് ഇന്ന് ഞങ്ങളായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കടന്നു പോകുവാൻ കാരണം, ഞാൻ ജോലിയിലായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. അവിടെ വെച്ച് ആണ് കർത്താവ് എന്നെ ഈ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ യഥാർത്ഥമായ പുതിയ നിയമ വ്യവസ്ഥകൾക്കനുസരിച്ച് ആ ഒരു ജീവിതം നയിക്കുവാൻ യേശു കർത്താവ് എന്നെ ഇടയാക്കിയത്. അവിടെ വെച്ച് നിരന്തരമായി പെന്തക്കോസ്ത് കൂട്ടായ്മകൾക്ക് പോകുവാനും സത്യങ്ങൾ യഥാർത്ഥമായി ഓരോന്ന് മനസ്സിലാക്കുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കുവാനും ദൈവം കൃപ ചെയ്തു. ജോലിയോട് ബന്ധത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ അഭിഷേകമെല്ലാം പ്രാപിച്ചതിന് ശേഷം അവിടുത്തെ ദൈവദാസന്റെ കൂടെ, കൂട്ടായ്മയിലെ ജനത്തിന്റെ കൂടെ, പ്രിയപ്പെട്ടവരുടെ കൂടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. ക്യാമ്പുകളെല്ലാം പോകുവാൻ, ആൾക്കാരെ കാണുവാൻ, സുഷ അറിയിക്കുവാൻ, അവരെ കൂട്ടായ്മ കൂട്ടിക്കൊണ്ടുവരുവാൻ, അങ്ങനെ നാളുകൾ പലത് കടന്നുപോയി. ഒരു ദിവസം വ്യക്തിപരമായ വചനധ്യാനത്തിലും വ്യക്തിപരമായ പ്രാർത്ഥനാ സമയത്ത് വ്യക്തമായി ദൈവശബ്ദം കേൾക്കുവാൻ ഇടയായി. ആ ശബ്ദം എങ്ങനെയായിരുന്നു? മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്നോട് പറയുന്നു, യെശയ്യാ പ്രവചനം 61-ാം അധ്യായം വായിക്കണം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം വായിക്കണം. ശക്തമായി അത് 3-ാമത്തെ പ്രാവശ്യം എന്നോട് ഒരു വ്യക്തി പറയുന്ന പോലെ തന്നെ എനിക്ക് വ്യക്തമായി അനുഭവപ്പെട്ടത് മുഖാന്തരം ഉടനെ മുട്ടുകുത്തി ബൈബിൾ വായിക്കുകയും ആ ഭാഗത്ത് കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു, ഇന്ന ആളുകളുടെ ഇടയിൽ വേല ചെയ്യുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വാക്യമാണ് അവിടെ കണ്ടത്. അതിൻ പ്രകാരം ഞാൻ ഉറപ്പിച്ചു, യേശു കർത്താവ് എന്നെ തൻ്റെ തിരുവേലയ്ക്കായി വിളിച്ച് വേർതിരിക്കുന്നു. ഇതുപോലെ ഒരു അനുഭവം എനിക്ക് എൻ്റെ +2 പഠനത്തിന് ശേഷം, പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവല്ലയിലായിരുന്നു. നവജീവോദയം എന്ന് പറയുന്ന ക്യാമ്പസിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്.
അവിടെ ഞങ്ങൾക്ക് ദിവസം രാവിലെയും വൈകുന്നേരവും ബൈബിൾ ഡിവോഷൻസും, ആ ക്യാമ്പസിൽ ഒരു ബൈബിൾ സ്കൂളും, അവിടുന്ന് അനേകർ വടക്കേന്ത്യയിലേക്കും നേപ്പാളിലേക്കും കടന്നു പോകുന്നത് കാണുവാൻ ഇടയായി. അവിടെ എൻ്റെ പഠന ആ കാലയളവിൽ 2ാം വർഷം കഴിഞ്ഞു. 3ാമത്തെ വർഷം എനിക്ക് വളരെ ഒരു ദാഹമുണ്ടായി. ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ഒരു ആഗ്രഹം, എനിക്കും ഭർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വടക്കേന്ത്യയിൽ പോകണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായി. ഈ ആഗ്രഹം അത് വളരെ ശക്തമാവാൻ തുടങ്ങി, അത് ആളി കത്താൻ തുടങ്ങി ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇനി ഈ പഠനം നിർത്തി ബൈബിൾ സ്കൂളിൽ പോകണം എന്നുള്ള ഒരു ചിന്ത വന്നു. പക്ഷേ കർത്താവ് എന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നുവോ എന്ന് വ്യക്തമായി അറിയുവാൻ വേണ്ടി ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഇന്ന് വൈകുന്നേരം വെച്ച്, കർത്താവെ, ഞങ്ങൾക്ക് ബൈബിൾ ഡിവോഷൻ എടുക്കാൻ വരുന്ന ദേവാസിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. എന്നെ അങ്ങ് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവാസിനോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയി. ആ ഡിവോഷനിൽ പങ്കെടുത്തു. അദ്ദേഹം വന്ന് എടുത്ത കുറിവാക്യം അപ്പോസ്തല പ്രവൃത്തി 9:15 ആ 9:15 പ്രകാരം അവിടെ യേശു കർത്താവ് അനന്യാസിനോട് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്ന ഒരു സന്ദേശമായിരുന്നു. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം രാജാക്കന്മാരുടെയും പലരുടെ ഇടയിൽ വേല ചെയ്യുവാൻ പാത്രം എന്നുള്ള ആ വാക്യം. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി യേശു കർത്താവ് എന്നെ തന്റെ വേലയ്ക്കായി എന്നെ കണ്ടിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമുണ്ടായി. എന്നെ അന്ന് നവജീവിതത്തിൽ ഞങ്ങളെ സ്പോൺസർ പഠിപ്പിക്കുന്ന മിഷൻസ് ഇന്ത്യ ഡയറക്ടർ മാസ്റ്റർ ജോർജ് ചെറിയാൻ അവരെ പോയി കാണുകയും ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അവർ പറഞ്ഞു, മനോജ്, തൽക്കാലം ഈ പഠനം പൂർത്തീകരിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഞങ്ങളുടെ സ്വദേശം ഷൊർണൂരാണ്. അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം പഠനമെല്ലാം പൂർത്തീകരിച്ച് ഷൊർണൂരിൽ വന്നു. അപ്പോൾ ഞങ്ങൾ CSI കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അവിടുത്തെ ആത്മീയ അന്തരീക്ഷം എനിക്ക് ഷൊർണൂരിൽ ലഭിച്ചില്ല. അത് മുഖാന്തരം ആ വളർച്ച ഒന്ന് മുരടിക്കുകയും വീണ്ടും ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോവുകയും, തുടർന്ന് ഞാൻ ചിന്തിച്ച് നാട്ടിൽ നിൽക്കുന്നത് അത്ര ഉചിതമല്ല, എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ട് പോകണം. അങ്ങനെ വിദേശത്തേക്ക് സൗദി അറേബ്യയിൽ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോഴും എൻ്റെ സൂട്ട് കേസിൽ ഞാൻ ബൈബിൾ വെച്ചിരുന്നു. ഇംഗ്ലീഷ് ബൈബിളായിരുന്നു എൻ്റെ മോളിൽ. ഇത് ഹോളി ബൈബിളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ലെറ്റേഴ്സിൽ. എല്ലാവരും പറഞ്ഞു ബൈബിൾ കൊണ്ടുപോകരുത്, സൗദിയിൽ പിടിക്കും. അതുപോലെ തന്നെ ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ പെട്ടി ചെക്ക് ചെയ്തപ്പോൾ കസ്റ്റംസ് ഓഫീസേഴ്സ് പിടിച്ചു. എന്നെ മാറ്റി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിർത്തി. അവർ പെട്ടിയെല്ലാം കൊണ്ടുപോയി. പക്ഷെ ദൈവത്തിന്റെ മഹാകൃപയാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പെട്ടിയും ബൈബിളുമായി തിരിച്ചു വന്നു. എനിക്ക് തിരികെ നൽകി, നിനക്ക് പോകാം എന്നുള്ള അനുമതി ലഭിച്ചു. പക്ഷേ അവിടെ വെച്ച് കർത്താവ് ഞങ്ങളുടെ നാട്ടിലുള്ള ചില കുടുംബ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ മുഖാന്തരം അവരെന്നെ കാണുകയും ഈ പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് അവർ ക്ഷണിക്കുകയും അങ്ങനെ നിരന്തരമായി കൂട്ടായ്മയിൽ കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. സത്യം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഭയമുണ്ടായി. ഞാൻ ഒരിക്കലും സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാകുകയില്ല. ഇങ്ങനെ എൻ്റെ ജീവിതം, ഞാൻ വളരെ മോശമായ ജീവിതം, പാപിയാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടായി. നിരന്തരം കൂട്ടായ്മയ്ക്ക് പോവുകയും സ്ഥിരമായി കരയുകയും ദേവാസന്മാരെല്ലാ അനുഭവങ്ങൾ പറയുകയും എൻ്റെ വേദനകൾ പറയുകയും ചെയ്തു. വളരെ ധൈര്യമായിരിക്കും, ദൈവം എന്നോടെല്ലാം ക്ഷമിക്കും, പ്രാർത്ഥിക്ക്. അങ്ങനെ ഒരു ദിവസം യേശു കർത്താവിൻ്റെ ആ പരിശുദ്ധ അഭിഷേകം എൻ്റെ മേൽ വന്നിറങ്ങി. അഭിഷേകം പ്രാപിച്ചതോടുകൂടി ഞാൻ പൂർണ്ണമായും റിലീസായി, സ്വതന്ത്രമായ വലിയൊരു സന്തോഷവും സമാധാനവും പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കി. അന്ന് മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ ജോലി കഴിഞ്ഞാൽ 1 മണിക്കൂർ സമയം വേർതിരിക്കുവാൻ തുടങ്ങി. അങ്ങനെയുള്ള ആ സന്ദർഭത്തിലാണ് വീണ്ടും ശക്തമായ ആ ദൈവശബ്ദം എൻ്റെ കാതുകളിൽ ഞാൻ മുഴങ്ങിക്കേട്ടത്. അന്ന് ഞാൻ ഹോളിഡേ ഇന്നിൽ ജോലിയെടുക്കുന്നു, റിയാദിൽ, ഒലയിൽ. ആ ജോലി എന്നേക്കുമുള്ള ജോലിയായിരുന്നു. കാരണം ആ ബിൽഡിംഗ്, ആ ഹോട്ടൽ ഒരു പണിയുമ്പോൾ തന്നെ എനിക്ക് അവിടെ ജോലി ലഭിച്ച, അതിനുള്ളിൽ തന്നെ ട്രെയിനിങ് എല്ലാം ലഭിച്ചത്. F&Bയിലും ഡിപ്പാർട്ട്മെന്റ് 2 ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ദൈവം ശക്തമായി സംസാരിച്ചത് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് നാട്ടിലോ വീട്ടിലോ ആരോടും ചോദിക്കാതെ അടുത്ത കോൺട്രാക്ട് റിന്യൂ ചെയ്യാതെ ഞാൻ റിസൈൻ ചെയ്തു. 2 മാനേജേഴ്സിന് വളരെ അത്ഭുതമായി. അവരെന്നെ വളരെ വഴക്ക് പറഞ്ഞു. പക്ഷേ യേശു കർത്താവ് ശക്തമായി പറഞ്ഞു, അൺറീച്ച്ഡ് ഏരിയാസിൽ പോകണം, ഗോ ടു അൺറീച്ച്ഡ് ഏരിയാസ്. ഇന്ത്യയിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകണം. യേശു കർത്താവ് പറഞ്ഞു, കർത്താവെ, ഞാൻ പോകാം, പക്ഷെ അവിടുത്തെ കാലാവസ്ഥ, ഭക്ഷണം എല്ലാം എനിക്ക് അനുകൂലമാക്കി തരണം. അന്ന് ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. 43 വർഷങ്ങൾ ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. സ്വന്തമായൊരു വീടോ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. എൻ്റെ അനുജൻ പഠിക്കുകയായിരുന്നു. പപ്പയും മിഷണറി ആയിരുന്നു. കർത്താവിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സ്ക്രിപ്ചർ യൂണിയൻ CSO എന്ന സംഘടനയിൽ തിരുവല്ലയാണ് അതിൻ്റെ ആസ്ഥാനം.
അതിൽ താൻ 60കളിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ VBS ഡയറക്ടറായി ചിൽഡ്രൻ മിനിസ്ട്രിയിലായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത അനുഭവത്തിൽ വീട്ടിലായിരുന്നു. പക്ഷെ ദൈവം, ഞാൻ വന്നിറങ്ങി ഒരു മാസത്തിനുള്ളിൽ 2002 ഏപ്രിൽ മാസം ഞാൻ വന്നു. മെയ് 29 എൻ്റെ വിവാഹം നടന്നു. ജമ്മുവിൽ അന്ന് മിഷണറിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെ ദൈവം എനിക്കായി ഒരുക്കി. ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം നടന്നു. വിവാഹത്തിന് ശേഷം ഓഗസ്റ്റ് മാസം മിഷണറി ട്രെയിനീസായി ഞങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ നിന്ന് 2003 പൂനെയിൽ, മഹാരാഷ്ട്രയിൽ സംഘടന ഞങ്ങളെ ഒരു പൈനറിംഗ് വർക്കിന് വേണ്ടി അയച്ചു. കർത്താവിന്റെ കൃപയാൽ പൂനെയിൽ CMEയുടെ പിന്നിലുള്ള ബോപ്കൽ ഗ്രാമത്തിൽ ഒരു സഭ പൈനറി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. 18 സ്ഥാനപ്പെടുവാൻ സഹായിച്ചു. അവിടെ നിന്നാണ് കർത്താവിന്റെ വചനം പഠിക്കണമെന്നുള്ള ദൈവിക ആലോചന, ദേവദാസന്മാരുടെ ആലോചന പ്രകാരം നമ്മുടെ ബഥേൽ ബൈബിൾ കോളേജിലേക്ക് ഞാൻ പഠിക്കുവാൻ വരുന്ന ഷൊർണൂർ മാതൃ ചർച്ചിലെ, അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ പ്രിയ പാസ്റ്റർ മനോജ് യേശുദാസിന്റെ അദ്ദേഹം മുൻകൈയെടുത്ത് പ്രിൻസിപ്പളായിരുന്ന PS ഫിലിപ്പ് സാറിനെ കണ്ട് എനിക്ക് അഡ്മിഷൻ എടുക്കുവാനും അവിടെ വന്ന് പഠിക്കുവാനും, അപ്പോഴേക്കും എനിക്കൊരു മകനെ ലഭിച്ചിരുന്നു. അവന് 2 വയസ്സ് കഴിഞ്ഞിരുന്നു. എൻ്റെ ഭാര്യ ഗർഭിണിയായ, 2ാമത്തെ മോൻ അന്ന് വയറ്റിൽ ഗർഭിണിയായിരുന്നു. അങ്ങനെ ആ ബഥേൽ ബൈബിൾ കോളേജിൽ വെച്ചാണ്, ബഥേൽ ബൈബിൾ കോളേജിന്റെ പടി കയറി അന്ന് എൻ്റെ കയ്യിലുള്ള സാമ്പത്തിക നന്മകൾ കൊണ്ട് ഞാൻ ആവശ്യമായ സാധനമെല്ലാം വാങ്ങിച്ചു. അന്ന് എൻ്റെ പേഴ്സ് കാലിയായി. ബഥേൽ ബൈബിൾ കോളേജിൽ അന്ന് ഫാമിലി ആയിരിക്കുന്ന എല്ലാവരെയും വീക്കെൻഡിൽ അവർ വീട്ടിലേക്ക് വിടുമായിരുന്നു. പുനലൂർ ഷൊർണൂരിൽ പോകണമെങ്കിൽ എനിക്ക് വണ്ടിക്കൂലിയായി കുറച്ച് പൈസ ആവശ്യം. ആ വണ്ടിക്കൂലി പോലും എൻ്റെ കയ്യിലില്ലാതെ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ലൈബ്രറിയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീനിയർ സ്റ്റുഡൻറ്, എന്നെക്കാളും വയസ്സിന് ചെറുപ്പമാണെങ്കിലും അദ്ദേഹം പറഞ്ഞ, അച്ചായ ഒന്ന് അകത്തേക്ക് വരണം എന്ന് പറഞ്ഞ് എന്നെ അകത്ത് കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ ഒരു 100 രൂപ അദ്ദേഹം സ്വോത്ര കാഴ്ച തന്നു. എനിക്ക് വളരെ സന്തോഷമായി. അന്ന് മുതൽ ഇന്ന് വരെയും ഇതുപോലെ ആവശ്യത്തിന്റെ മുഖങ്ങളിൽ യേശു കർത്താവ് അത്ഭുതകരമായി നിരക്കാത്ത വഴികളിലൂടെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുവാൻ യേശു കർത്താവ് സഹായിച്ചു. 2008 ഗ്രാജുവേഷൻ കഴിഞ്ഞ് നമ്മുടെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ നോർത്ത് ഇന്ത്യൻ മിഷനിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാനുള്ള ആഗ്രഹത്തോടു കൂടി സാക്ഷ്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട ടി സമൽ സാറും ഇന്റർവ്യൂ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അന്ന് പുറത്ത് ഒരു ചെറിയ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഞങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തു, ഞാനും ഭാര്യയും മോനും മക്കളും പോവാതെ അവിടെ 3 ദിവസം ഉപവാസമായിരുന്നു. കാരണം യേശു കർത്താവെ, ഈ ആപ്ലിക്കേഷൻ ദേവദാസന്മാരെ കാരണം കൊടുത്തിട്ടുണ്ട്, അങ്ങ് എവിടെയാണ് ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് ഞങ്ങൾ അയക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അന്ന് ജോൺ എന്ന് പറയുന്ന പുല്ലൂരിലെ ദേവദാസൻ, നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഡിസ്ട്രിക്ട് അംഗീകരിക്കുന്ന പ്രവാചക ശുശ്രൂഷയുള്ള അദ്ദേഹത്തിനുള്ള ഉപവാസപ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ഞാനും സേനയും എൻ്റെ ഭാര്യ സേനയും കൂടി ആ ഉപവാസ പ്രാർത്ഥനയിൽ പോയി. അദ്ദേഹത്തിന് എന്നെ അറിയില്ല. എൻ്റെ മുട്ടിന് ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ അദ്ദേഹം എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ കാലിൽ തൊട്ട്, നിന്റെ മുട്ട് യേശു കർത്താവ് സൗഖ്യമാക്കുന്നു, ഈ അഭിഷേകത്തിന്റെ നിറവിൽ നിന്നെ അയക്കുന്നിടത്തേക്ക് നീ പോക എന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണ ബോധ്യമായി മലയാളം ഡിസ്ട്രിക്ട് എവിടേക്ക് അയക്കുന്നോ ദൈവീത പ്രകാരമായിരിക്കും. TSML സാർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഹിമാചൽ പ്രദേശിലേക്കാണ് അയക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് കടന്നു വന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ 4 പേരായിരുന്നു. അവിടെ വെച്ച് ശ്രേഷ്ഠമായ ദാനത്തെ കൂടി ദൈവം നൽകി, ഒരു മോളെ നൽകി. പല പ്രാവശ്യങ്ങളിൽ ഒരു ചില്ലി കാശ് പോലും, ഒരു പൈസ പോലും എടുക്കാത്ത അവസ്ഥകൾ. അന്ന് ഞാൻ ടെറസിന്റെ മുകളിൽ കടന്നുപോയി നീണ്ടു നിവർന്ന് കിടന്ന് കരയും. കർത്താവെ പേഴ്സ് കാണിച്ചു കൊടുക്കും. യേശു കർത്താവ് അത്ഭുതകരമായ വഴി തുറന്നു, അത്ഭുതകരമായ ശുശ്രൂഷകളെ തന്നു. അനേക ഭൂതങ്ങൾ അതാൽ നിറയപ്പെട്ടവരെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, അനേക രോഗികളെ, പാപികളെ സ്വതന്ത്രമാക്കുവാൻ, രക്ഷാനുഭവത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളെ ഇന്ന് ആ കൂട്ടായ്മയിൽ എല്ലാവരും ഹിമാചൽ പ്രദേശിലുള്ള വ്യക്തികളാണ് ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളത്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ രക്ഷിക്കപ്പെട്ട 2 സഹോദരന്മാർ കർത്താവിന്റെ വിളി പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് അവരിന്ന് നമ്മുടെ ബ്രാഞ്ച് ചർച്ചിന്റെ പാസ്റ്റേഴ്സായി, അസംബ്ലി സമൂഹത്തിന്റെ ദേവാസന്മാരായി ഞങ്ങളോട് ശുശ്രൂഷിക്കുന്നു.
ഇത് പിന്നെ ഞങ്ങൾ മക്കളെല്ലാം വലുതായി വരുന്ന ഞങ്ങൾ കുട്ടികളെ മക്കളെ മൂത്തവനെ അവിടെ ഒരു സ്കൂളിൽ, ഒരു ലോക്കൽ സ്കൂളിൽ ചേർത്തു. ആ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് വളരെ മോശമായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു സ്റ്റാൻഡേർഡുള്ള ഒരു കത്തോലിക്കരുടെ സ്കൂളുണ്ട്. അവിടെ ഞങ്ങൾ കടന്നുപോയി. മറ്റേ രണ്ടാമത്തെ മോനും അവന് സ്കൂളിൽ ചേർത്തതിന്റെ പ്രായമായപ്പോൾ അവിടുത്തെ ഫാദർ മാനേജർ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ആൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നില്ല, പെൺകുട്ടികളാണെങ്കിൽ നോക്കാമായിരുന്നു. അതേ മനഃപൂർവ്വം ഞങ്ങളെ തഴഞ്ഞ് പറഞ്ഞയച്ചതാണ്. അതിനുശേഷം അവിടെ കന്യാകുമാരി എന്നൊരു ഫാദർ വന്നു, ഡൊമിനിക് ബോസ്കോ എന്ന് പറഞ്ഞ ഒരു കാത്തലിക് ഫാദർ മാനേജറായിട്ട് ആ സ്കൂളിൽ വന്നു. അദ്ദേഹം വന്നത് മുതൽ അവിടെ എല്ലാ വർഷവും ഒരു ക്രിസ്മസ് ടൈമിൽ റാലി നടത്തുകയുണ്ടായി. അപ്പോൾ ഞങ്ങളെല്ലാം വിളിച്ച് അദ്ദേഹം മീറ്റിംഗ് ഉണ്ടാക്കി ഒരു എക്യുമെനിക്കൽ, അതായത് എല്ലാ ദേവദാസന്മാരും ഒരുമിച്ച് ഒരു റാലി സംഘടിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ റാലിയിൽ വെച്ച് അദ്ദേഹം ഞങ്ങളെ കണ്ടു, മക്കളെ കണ്ടു, എവിടെ കുട്ടികൾ പഠിക്കുന്നത് അങ്ങനെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ഞാനും ഭാര്യയും ആയി അദ്ദേഹത്തെ കാണാൻ പോയി. അവിടുത്തെ ഫീസ് സ്ട്രക്ചർ വളരെ നമുക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഫീസ് സ്ട്രക്ചർ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല, ഇത്രയും ഫീസ് തരാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം വെട്ടി പകുതിയാക്കി. അപ്പോ ഉള്ളത്തിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വന്നു, ദൈവാത്മാവ് പറയാ അത് തരാം. അത് ഈ ഫീസ് തരാമെന്ന് പറഞ്ഞ്, പക്ഷെ അന്നും ഇത്രയും ഞങ്ങൾക്ക് സാമ്പത്തികന്മകൾ ലഭിക്കുന്നില്ല. മാസങ്ങൾ അത്രയും ആളുകളില്ല, സ്വത്രാഴ്ചയെല്ലാം വളരെ കുറവ്, ദശാംശം എന്ന് പറയുന്ന സംഭവം ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞങ്ങൾക്ക് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നു. അപ്പൊ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണല്ലോ സ്കൂൾ അഡ്മിഷൻ ലഭിച്ചത്. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, കുട്ടികളുടെ കാര്യം ഫീസ് ഞാൻ തരും. ഒരു പൂർണ്ണം ആ ഗേറ്റ് കടക്കുന്നതിന് മുൻപേ അത് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ദൈവശബ്ദം കേട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സ്കൂളിലെ എല്ലാ മാസത്തിലെയും ഫീസ്, അത് അവിടെ വർഷത്തിന്റെ ആദ്യത്തിൽ ആനുവൽ ഫീസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫീസുണ്ട്. അത് 15,000 ഒരു കുട്ടിക്ക് വരുന്നത്. അത് മൊത്തം കൊടുക്കണം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഫീസാണ്, മന്ത്ലി ട്യൂഷൻ ഫീസാണ് അവര് ഡിസ്കൗണ്ട് തന്നിരിക്കുന്നത്. അതെല്ലാം കൊടുക്കുവാൻ യേശു കർത്താവ് അത്ഭുതകരമായി വഴികളെ തുറന്നു. ഒന്നേ ഉള്ളൂ, ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കും. അതിനൊരു വഴി തുറക്കാൻ കാരണം, അന്ന് ഞങ്ങളെ മലയാളം ഡിസ്ട്രിക്റ്റിലൂടെ സപ്പോർട്ട് ചെയ്തിരുന്നത് ചെങ്ങന്നൂർ ടൗൺ ഏജി ചർച്ചായിരുന്നു. അവിടുത്തെ ദേവദാസൻ പാസ്റ്റർ KP ചെറിയാൻ, അദ്ദേഹമായിരുന്നു അന്ന് അവിടെ ശുശ്രൂഷിച്ചിരുന്നത്. അദ്ദേഹം അവിടുന്ന് കുവൈറ്റ് ഏജി ചർച്ചിലേക്ക് പോയപ്പോൾ കുവൈറ്റ് ഏജി ചർച്ചിലെ മിഷൻ ടീമുമായി അവർ ഹിമാചലിലേക്ക് വരികയുണ്ടായി. അങ്ങനെ ആ ഹിമാചൽ അവർ വന്നപ്പോൾ അവർ ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചു. അവർ കുട്ടികളെ ഫീസ് അടയ്ക്കുവാൻ അവർ തയ്യാറായി. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കുറച്ച് വർഷങ്ങൾ സ്ഥിരമായി അവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് നൽകുവാൻ യേശു കർത്താവ് വഴി തുറന്നു. കുട്ടികൾ, എൻ്റെ മൂത്ത മോൻ +2 കഴിഞ്ഞു, രണ്ടാമത്തെ മോൻ 10th കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഷൊർണൂര് എൻ്റെ അമ്മയുടെ കൂടെ, അമ്മ കുറച്ച് പ്രായം കൂടി വരുന്ന മുഖാന്തരം, ശാരീരിക അസ്വസ്ഥതകൾ മുഖാന്തരം, BP അബ്നോർമൽ ആകുന്ന മുഖാന്തരം പലപ്പോഴും അമ്മ വീഴുകയുണ്ടായി. അപ്പോൾ അമ്മയോട് കൂടെ ആരെങ്കിലും വേണമെന്നുള്ളതിനാൽ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു നാട്ടിലാണ്. ഇപ്പോൾ മൂത്ത മോൻ BBAക്ക് പഠിക്കുന്നു. അങ്ങനെ BBAക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നതിന് മുൻപ്, അപ്പോൾ ചിന്മയ മിഷനിലാണ്, തൃശ്ശൂർ ചിന്മയ മിഷൻ കോളേജിലാണ് അഡ്മിഷൻ എടുത്തത്. അവിടെ ഫീസ് അടയ്ക്കേണ്ട കാര്യത്തിന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു മിഷൻ കോൺഫറൻസിൽ ഞാൻ ലക്നൌവിൽ ആയിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. പാലക്കാട് ജില്ലയിലുള്ള HMI ഹോസ്പിറ്റൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ അവരുടെ ത്രൂ അവർ ഒരു ദേവദാസന്റെ മോൻ, ഞങ്ങളുടെ സെക്ഷനിലെ ഒറ്റപ്പാലം സെക്ഷനിലെ ഞങ്ങളുടെ മാതൃസഭയിലെ ദേവദാസൻ മുഖാന്തരം അവർ ഞങ്ങളുടെ മോന്റെ ആദ്യത്തെ 2 സെമസ്റ്ററുടെയും ഫീസ് അടയ്ക്കുവാൻ അവർ തയ്യാറായി. അത്ഭുതകരമായി ദൈവം വഴികളെ തുറന്നു. ഞങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ കർത്താവ് ഏലിയാപ്പച്ചനെ പോറ്റിയതുപോലെ കാക്കകളെ അയക്കുന്ന ആ വലിയ അനുഭവം, ആ സന്തോഷം, ഞങ്ങളെ അനുദിനം ബലപ്പെടുത്തുക. ഞങ്ങളുടെ വിശ്വാസ ജീവിതം, ഞാൻ പറഞ്ഞല്ലോ, ബഥേൽ ബൈബിൾ കോളേജാണ് എൻ്റെ വിശ്വാസ ജീവിതം കർത്താവ് ഉറപ്പിക്കുന്നത്. അന്ന് മുതൽ ആ 100 രൂപ കയ്യിൽ ലഭിച്ചത് മുതൽ അന്ന് മുതൽ ഇന്ന് വരെയും ആവശ്യങ്ങളുടെ മുഖത്ത് കുറച്ച് കാത്തിരുന്നാലും സമയാസമയങ്ങളിൽ ഞാൻ ലജ്ജിപ്പിക്കാതെ
യേശു കർത്താവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നയോളം ഈ ഭൂമുഖത്ത് ഞങ്ങളെ കരുതിയ സൂക്ഷിച്ച സർവശക്തനായ യേശു കർത്താവ് അത് ദേവദാസന്മാർക്കായി ഒരുക്കുന്ന വഴികൾ, ഏലിയാവപ്പച്ചനെ പോറ്റിയ, ഏലിയാവപ്പച്ചന് വേണ്ടി അയച്ച കാക്കകൾ, ആ കാക്കകൾ ഇന്നും തൻ്റെ പ്രിയ ഭക്തന്മാർക്ക് വേണ്ടി യേശു കർത്താവ് അയക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവദാസിദാസന്മാരെ ഒന്നുകൊണ്ടും വിചാരപ്പെടേണ്ട, ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. സമയാസമയങ്ങളിൽ കാക്കകളെ അയച്ച് നമ്മളെ ഭൂമുഖത്ത് പരിപോഷിപ്പിക്കുകയും നമ്മുടെ തല ഉയർത്തിപ്പിടിക്കുവാൻ ദൈവം കൃപ ചെയ്യുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.